നമ്മൾ ഇന്ന് പുതിയൊരു വണ്ടി എടുക്കാൻ പോവാണ്. നമ്മുടെ വണ്ടിയുടെ പേര് ടൊയോട്ട റൂമിയോ എന്നാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. നമ്മൾ ഒരു ബ്ലൂയിഷ് സിൽവർ കളറാണ് എടുക്കാൻ പോകുന്ന വണ്ടിയുടെ കളറ്. നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ വീട് പഴനിയിലാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ എറണാകുളത്തു നിന്നാണ് വണ്ടി എടുക്കുന്നത്. കൈരളി ടൊയോട്ടയുടെ ഷോറൂമിൽ നിന്നാണ് നമ്മൾ വണ്ടി എടുക്കുന്നത്. അപ്പോൾ അതാണ് ഞങ്ങളുടെ ഫാമിലി. ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് എറണാകുളത്തേക്ക് പോയിട്ടോ. ഞാനും അമ്മയും ചാച്ചനും മമ്മിയും ചാച്ചിയൊക്കെ കൂടിയിട്ടാണ് എറണാകുളത്തേക്ക് പോയത്. അപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് ആർത്താച്ച് വെച്ചിട്ട് ഒരു പെട്രോൾ പമ്പിൽ ഡീസൽ അടിക്കാൻ നിർത്തി. പിന്നെയും ഞങ്ങൾ യാത്ര തുടർന്നു. നമ്മൾ ഗുരുവായൂർ കൊടുങ്ങല്ലൂർ കൂടിയിട്ടാണ് ഗൈസ് പോണത്. ഇതാണ് നമ്മുടെ ഷാഫിക്ക നമ്മുടെ കൂടെ കുറേ വർഷങ്ങളായിട്ടുണ്ട്. അപ്പോൾ എന്താ ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ വണ്ടിയിൽ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ കൊടുങ്ങല്ലൂർ എത്തിയത് കാണുന്നതാണ് കൊടുങ്ങല്ലൂർ അമ്പലം. നല്ല ഭംഗിയുണ്ട് കേട്ടോ അവിടെ കാണാൻ. ഗൈസ്, ഈ പോണ വഴിക്കാണ് നമ്മളുടെ ചേരമാൻ ജുമാ മസ്ജിദ് ഉള്ളത്. ഈ കാണുന്നതാണ് ചേരമാൻ ജുമാ മസ്ജിദ്. ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ മുസ്ലിം പള്ളിയാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ എറണാകുളം കണ്ടെയ്നർ റോഡ് എത്താറായി. അപ്പോൾ ഇതവിടെ പോണ വഴിക്ക് ഒരു അടിപൊളി പാലമൊക്കെ ഉണ്ട്. അപ്പോൾ അതേ ഗൈസ്, നമ്മൾ കണ്ടെയ്നർ റോഡിലേക്ക് കടന്നു. ഇവിടെ ചേരനെല്ലൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നമ്മുടെ ഷോറൂം ഉള്ളത്. അപ്പോൾ അതേ കണ്ടതാണ് കൈരളി ടൊയോട്ടയുടെ ഷോറൂം. അപ്പോൾ നമ്മൾ ഷോറൂമിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഷോറൂമിലെത്തി. അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നേരെ ഷോറൂമിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. അപ്പോൾ ഈ കണ്ടാണ് നമ്മൾ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കണ്ടാണ് നമ്മളുടെ ഷോറൂമിൻ്റെ ഉള്ളിൽ. ആ റെഡ് കാർപ്പറ്റ് ഇട്ടതാണ് നമ്മളുടെ കാറ് കേട്ടോ. നല്ല രസമൊക്കെ ഉണ്ട് ഇവിടെ കാണാൻ. ഞങ്ങളെല്ലാവരും കൂടിയിട്ട് വണ്ടിക്ക് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇവിടെ വേറെയും പല വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഗൈസ്, നമ്മളിനി വണ്ടിയുടെ പേപ്പേഴ്സ് സൈൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ ചാച്ചൻ വണ്ടിയുടെ എല്ലാ പേപ്പേഴ്സും സൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞാൻ അടുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. ഇവിടെയൊക്കെ കാണാൻ നല്ലൊരു രസമുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വണ്ടിയുടെ കാർപ്പറ്റ് മാറ്റിയാണ്. അപ്പോൾ ഈ കണ്ടാണ് ഗൈസ് നമ്മുടെ വണ്ടി. അപ്പോൾ ഞാനും മമ്മിയും കൂടിയിട്ട് വണ്ടിയുടെ ചാവി വാങ്ങുകയാണ്. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. ഞങ്ങൾ കുറേ വണ്ടിയുടെ ഫോട്ടോ ഒക്കെ എടുത്തു. ചാച്ചൻ ഒറിജിനൽ കീ ഒക്കെ വാങ്ങി. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വണ്ടി മൂവ് ചെയ്യിപ്പിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ നേരെ നമ്മൾ പരുമലയിലേക്ക് പോവാണ്. പരുമലയിലാണ് ഗൈസ് വണ്ടി കുദാശിയുണ്ട്. പോണ വഴിക്ക് നമ്മുടെ എറണാകുളത്ത് തന്നെയുള്ള ഫാറം മാളിൽ കയറാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് പുതിയ വണ്ടിയിലാട്ടോ ഗൈസ്. നമ്മൾ ഇപ്പോൾ ഫാറം മാളിൻ്റെ അടുത്ത് ഏകദേശം എത്താറായിട്ടുണ്ട്. പോകുമ്പോൾ നല്ല കാഴ്ചകളൊക്കെയാണ് ഗൈസ് ഉള്ളത്. അപ്പോൾ ഗൈസ്, നമ്മൾ ഏകദേശം എടപ്പള്ളി ജംഗ്ഷൻ എത്താറായിട്ടുണ്ട്. നല്ല ട്രാഫിക്കാട്ടോ. ചാച്ചനാണ് വണ്ടി ഓടിക്കുന്നത് ഗൈസ്. ഞങ്ങളെല്ലാവരും വണ്ടിയിലുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ വണ്ടിയിൽ ഇങ്ങനെ പോവാൻ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇനി പോണ വഴിക്ക് ലുലു മാളൊക്കെ കാണും. പക്ഷെ നമ്മളവിടെ കയറുന്നില്ല. നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് അവിടെ കയറാത്തത്. നമ്മളിനി പോണ വഴിക്ക് ഫോറം മാളിലേക്ക് കയറുന്നുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പരുമല പള്ളിയിലേക്കാണ് ഗൈസ് പോകുന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇപ്പോൾ എടപ്പള്ളി ജംഗ്ഷൻ ഏകദേശം എത്താറായി ഗൈസ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ട് വണ്ടിയിൽ. അപ്പോൾ ഗൈസ്, നമ്മൾ ഒരു പാലത്തിൻ്റെ മുകളിൽ കൂടെയാണ് പോകുന്നത്. ഈ പാലം കഴിഞ്ഞ ഉടനെ തന്നെ എടപ്പള്ളി ജംഗ്ഷനാണ് ഗൈസ്. ഈ കാണുന്ന ബ്ലൂ കളറിലുള്ളതാണ് ലുലു മാളിൻ്റെ ഹെഡ് ഓഫീസ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ ഗൈസ്. ഇത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി പോയാലാണ് നമ്മളുടെ ലുലു മാള്. അപ്പോൾ ഗൈസ്, ഞാനാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇങ്ങനെ വീഡിയോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് അങ്ങനെ അധികം അറിയൊന്നുമില്ല. എന്നാലും ഞാനിങ്ങനെ വീഡിയോ എടുക്കുകയാണ് ഗൈസ്. എൻ്റെ പേര് ദിയ എന്നാണ്. ഞാൻ 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ ഏകദേശം ലുലു മാൾ എത്താറായിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ നമ്മൾ ലുലു മാളിലാണ്
ലുലുമാളിൻ്റെ അടുത്താണുള്ളത്. ആ കാണുന്നതാണ് ലുലുമാള്. അപ്പോൾ നമ്മൾ എടപ്പള്ളി ജംഗ്ഷൻ എത്തിയപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ മെട്രോയുടെ പാലമൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളെപ്പോൾ എറണാകുളത്തേക്ക് വന്നാൽ നമ്മൾ ലുലുമാളിലേക്കാണ് കയറാറ്. പക്ഷെ ഞങ്ങൾ ഇപ്രാവശ്യം ഫോറമാൾ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇപ്രാവശ്യം ഫോറമാളിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഗൈസ് ഈ കാണുന്നതാണ് നമ്മളുടെ ഫോറമാൾ. നല്ല ഭംഗിയുണ്ട്, നല്ല ഡിസൈനൊക്കെ ആട്ടോ ഫോറമാളിൻ്റെ ഫ്രണ്ടിൽ തന്നെ കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ പാർക്കിങ്ങിലേക്ക് കയറാൻ പോവാണ് ഗൈസ്. പാർക്കിങ്ങിൻ്റെ അവിടെയൊക്കെ നല്ല ഭംഗിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിതാ പാർക്കിങ്ങിൻ്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേവിടെ ലൈറ്റ്സൊക്കെ വെച്ചിട്ട് നല്ല രസത്തിൽ ചെയ്തിട്ടുണ്ട് ഗൈസ്. എനിക്ക് മാളുകൾക്കൊക്കെ പോകാൻ നല്ല ഇഷ്ടമാണ്. കാരണം ഞാൻ അവിടെ അങ്ങനെ കളിക്കാൻ കുറേ സാധനങ്ങളുള്ളതുകൊണ്ട് ഞാൻ അതിലൊക്കെ കയറാറുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് സൈഡിൽ നമസ്കാരം എന്നൊക്കെ നല്ല അടിപൊളിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ സൈഡിൽ കാണുന്നതാണ് നമ്മുടെ മാളിൻ്റെ എൻട്രൻസ്. നമ്മളിപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നതാണ് ഗൈസ് നമ്മുടെ മാളിൻ്റെ എൻട്രൻസ് കേട്ടോ ഗൈസ്. അപ്പം ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നേരെ മാളിലേക്ക് കയറി. അപ്പോൾ അതിൽ നമ്മളുടെ മാളിൻ്റെ ഉള്ളിലൊക്കെ കാണാൻ നല്ല രസമുണ്ട്. അപ്പം ഞാനും എല്ലാവരും കൂടിയിട്ട് എസ്കലേറ്ററിൽ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ് ഇവിടെ എല്ലാ ബ്രാൻഡിൻ്റെയും ഷോപ്പുകളൊക്കെ ഉണ്ട്. ഇതേ മുകളിൽ ഇലയുടെ ഷേപ്പിൽ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ നേരെ മാളിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. ഇതാ ഞങ്ങൾ ഇവിടെ കുറച്ചേരം ഇരിക്കുകയാണ്. ഞങ്ങൾ മാളിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പരുമല പള്ളിയിലേക്ക് പോവാണ്. ഞങ്ങളുടെ സ്റ്റേ പരുമല പള്ളിയിലാണ്. അപ്പോൾ ഗൈസ് നമ്മളുടെ വണ്ടിയുടെ കൂതാശ നാളെയാണ്. ഞങ്ങളുടെ മാളിൽ നിന്ന് ഇനി ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. ഇതപ്പോൾ ഞങ്ങൾ പരുമല പള്ളിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ വണ്ടിയുടെ കൂതാശ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഇവിടുത്തെ വണ്ടിയുടെ കൂതാശയൊക്കെ കഴിഞ്ഞ് ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വാഗമണിലേക്ക് പോവാണ്. അടുത്ത വാഗമൺ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പുതിയ വീഡിയോയിലായിട്ടും വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.